അച്ഛാ, ഇന്ദിര, രഘുവിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അച്ഛാ. രഘു ഇവിടെ കിടന്ന് ഉറങ്ങാം. നിങ്ങൾ വന്നിട്ട് വിളിക്കാമെന്ന് കരുതി. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതാണല്ലോ സ്ഥിരം പരിപാടി. അമ്പിളി, നീ ഇവിടെ നിന്നാ മതി. ഞങ്ങൾ രഘുവിനെ പോയി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളാം. അതല്ലേ ഇന്ദിര നല്ലത്? ആ, ചിലപ്പോൾ അമ്പിളിയുടെ സഹായം കൂടി വേണ്ടിവരും അച്ഛാ. അമ്പിളിയെ കണ്ടാൽ രഘുവിന് വന്നേ പറ്റുമെന്നുള്ള അവസ്ഥ വരും. അതെ അച്ഛാ, ഇന്ദ്രനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ പറ്റാത്തോണ്ടായിരിക്കില്ലേ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചത്. അച്ഛൻ വാ. നടക്ക്. ഇത് രഘുവിന്റെ വൈഫും അച്ഛനും. ഞങ്ങള് ഉടനെ തന്നെ രഘുവിനെ ഇവിടുന്ന് കൊണ്ടുപോകും. റൂമിന്റെ റെന്റ് എത്രയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തു അച്ഛാ. നമ്മൾ രഘുവിനെ വിളിച്ചോണ്ട് പോയാൽ മാത്രം മതി. അച്ഛൻ വാ. ആ, ശരി ശരി, നമ്മൾ നടക്കുക. അച്ഛാ, വാ അച്ഛാ. അച്ഛനൊന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേക്കും. രഘു, 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 എഴുന്നേക്കടാ. അമ്മാവന മോനെ രഘു, എഴുന്നേക്ക് രഘു, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛാ, എഴുന്നേക്ക് രഘു, നിന്റെ അമ്മാവനെ വിളിക്കുന്നത്. എഴുന്നേക്ക്, വാടാ. അച്ഛാ, ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനൊന്ന് നോക്കട്ടെ. രഘുവേട്ടാ, 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 എണീക്ക്, എണീക്ക് രഘുവേട്ടാ, എഴുന്നേക്ക് രഘു, എണീക്ക് രഘുവേട്ടാ, 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 എണീക്ക്. രഘു മോനെ, എഴുന്നേക്ക് മോനെ. രഘു, നമുക്ക് വീട്ടിൽ പോവാം. രഘുവേട്ടനോടല്ലേ എഴുന്നേൽക്കാൻ പറഞ്ഞേ? ഒന്ന് എഴുന്നേൽക്ക് രഘുവേട്ടാ. രഘുവേട്ടാ, രഘുവേട്ടാ, എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ? രഘുവേട്ടാ, നോക്ക്. നീ പോയി കുറച്ച് വെള്ളം എടുത്തു. എടാ രഘു, നിന്നെ കൊണ്ടാകാൻ ദേ അച്ഛനും അമ്പിളിയും വന്നിരിക്കുക. നീ എഴുന്നേറ്റ് റെഡിയാവോ? നമുക്ക് ഇവിടുന്ന് പോവാം. ഇത്തിരി വെള്ളം കുടഞ്ഞേ. രഘു, എഴുന്നേക്ക്. നല്ലോണം കുടയും മോളെ. രഘുവേട്ടാ, 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 ഒന്ന് എഴുന്നേൽക്ക് രഘുവേട്ടാ. രഘു, എണീക്കടാ. രഘുവേട്ടാ, രഘുവേട്ടാ, മര്യാദക്ക് എഴുന്നേക്കടാ. രഘുവേട്ടാ, എഴുന്നേക്കടാ. ഒന്ന് എഴുന്നേൽക്ക് രഘുവേട്ടാ. എഴുന്നേക്ക്. എഴുന്നേറ്റ് രഘുവേട്ടാ. എന്താ കാണിക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? രഘു, നിന്റെ ബോധമൊക്കെ പോയോ? ഞങ്ങളെ മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ കണ്ണ് തുറന്ന് നോക്കടാ. ഇത് നിന്റെ ഭാര്യ അമ്പിളി. രഘുവേട്ടാ, കണ്ണ് തുറന്നേ. രഘുവേട്ടാ, കണ്ണ് തുറക്കാൻ. രഘുവേട്ടാ, ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ആരൊക്കെയാണെന്ന്? വേഗം ഒന്ന് എഴുന്നേറ്റ് വന്നേ. എവിടേക്ക് വരാ? ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ അങ്ങ് കിടന്നു. നീ ഇപ്പൊ ഞങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ നിന്നെ ഈ ലോഡ്ജിന്ന് പിടിച്ചവർ പുറത്തിറക്കും. അതിനുമുമ്പ് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതാ നല്ലത്. രഘു, നീ എഴുന്നേക്ക്. ഒന്ന് വാ രഘുവേട്ടാ. രഘുവേട്ടാ, എഴുന്നേക്ക്. മനുഷ്യ എന്നെ പരീക്ഷിക്കല്ലേ. ഒന്ന് എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. എണീക്ക്, എണീറ്റ് വാ. നിങ്ങളൊക്കെ ഒന്ന് ശല്യം ചെയ്യാൻ പോകുന്നുണ്ടോ? എടാ രഘു, നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാം. എഴുന്നേക്കടാ. അച്ഛാ, ഞാൻ വിളിക്കാം. രഘു, എഴുന്നേക്കടാ. എഴുന്നേക്ക്. നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാം. ഇവിടെ ഇറങ്ങി കൊടുത്തേ പറ്റൂ. വരാനാ പറഞ്ഞത്. നീ എഴുന്നേക്ക്. കഷ്ടമായാലും എനിക്ക് താഴെ ഭംഗിയാൽ എഴുന്നേക്കാൻ പറ്റൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ, എഴുന്നേക്ക്. എണീക്ക്. എഴുന്നേക്കാൻ. എഴുന്നേക്ക്, നമുക്ക് വീട്ടിൽ പോകണ്ടേ? പഞ്ചരത്നത്തിലേക്ക്. വേണ്ട 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 വേണ്ട. എഴുന്നേക്ക്. ഞങ്ങള് നിന്നെ പോളൂ. വാ. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ പോകും. ഈ അവസ്ഥയിൽ എഴുന്നേറ്റൊന്നും തോന്നുന്നില്ല. ഇനി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവനെ പൊക്കിയെടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോകണം. അതായിരിക്കും നല്ലത് അച്ഛാ. അല്ലാതെ കള്ളുടിച്ച് ബോധമില്ലാതിരിക്കുന്ന മനുഷ്യന് നമ്മൾ കാവലിരിക്കണോ? പറ അച്ഛാ. അച്ഛാ, ഒരു വണ്ടി പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ.
ആ വേറെ വണ്ടി വിളിക്കണമെന്നില്ല. ആ രഘുവിന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ, അത് ഞാൻ എടുത്തോളാം. ആയിക്കോട്ടെ. ആ എങ്കിൽ അതാ അച്ഛ ഏറ്റവും നല്ലത്. രഘുവേട്ടനൊപ്പം വണ്ടി അങ്ങ് എത്തുമല്ലോ.